ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് മറ്റൊന്നുമല്ല, നല്ല സൂപ്പർ ടേസ്റ്റി ബീഫിൻ്റെ ലിവർ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കഥ പറയാണ്ട് തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ഞാൻ 1 കിലോ തൂക്കം വരുന്ന ബീഫ് ലിവറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലപോലെ കഴുകുക. ഒരു 10 പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകിയാൽ മാത്രമേ അതിലെ ചോരയെല്ലാം പോയി നല്ല ക്ലീൻ ആയിട്ടിട്ടുള്ളൂ. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി വെക്കുക. ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം മാത്രം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 3 വിസിലാണ് ഇതിൽ വേണ്ടത്. ഒരു 3 വിസിലിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു വിസിൽ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 10 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി അല്ലി, പിന്നെ 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഇതിലേക്ക് 2 സവാള ഇതേപോലെ അരിഞ്ഞത്. ഇത്തരം കാര്യങ്ങളാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ കറി വെക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ മൊരിഞ്ഞാൽ മാത്രമേ റോസ്റ്റിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയും കൂടി ചേർത്തിട്ട് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി സവാളയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നല്ലപോലെ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പാവരുത്, കാരണം നമ്മൾ ലിവർ വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ സവാളയെല്ലാം നല്ലപോലെ വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതും നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മളിനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കളർ ബ്ലാക്ക് കളർ ആകാൻ വേണ്ടിയിട്ടും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ലിവറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണെല്ലാം മാറി നല്ലപോലെ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് ലിവർ വെന്തിട്ടുള്ള വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ ആ ലിവർ മാത്രം ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഞങ്ങളിപ്പോൾ ഈ വെള്ളം കൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഈ ലിവറിൻ്റെ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ടേസ്റ്റൊക്കെ വെള്ളത്തിലായിരിക്കുള്ളൂ. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കൂടി ഇട്ടിട്ടുള്ളത്. ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ കുറുകി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും എരിവും മസാലയുടെയൊക്കെ ഫ്ലേവർ നോക്കാം. കുറവാണെങ്കിൽ അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇതുപോലെ കിടന്ന് നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും. നമുക്കിത് 10 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാം. ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യണം. ഒന്ന് ചൂടാറിയാലൊക്കെ മാത്രമേ അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ അത് വറുത്ത സമയത്ത് ഒന്നും ഇട്ടില്ല, തേങ്ങാക്കൊത്ത് ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ ഇടാം.